In this video, I am going to explain about the definition, introduction, and applications of biotechnology. This is an important topic of pharmaceutical biotechnology of 6th semester BPharm of Kerala University of Health Sciences, Thrissur. In this video, I will try to explain in Malayalam, which is the mother tongue of Kerala. So other viewers can please excuse me and you can skip this video. So what is biotechnology? From the word itself, we can come to know that it is a combination of biology with technology. Okay, in short or in a broad sense, we can refer it's the application of biological organism, system, or process to manufacturing and service industry. So that is the definition of biotechnology. It refers to the application of biological organism, system, or process to manufacturing of and service industry. So advances in understanding of organism and technology for the manipulation of them genetically has resulted into advantage in quality and precision in large scale production of pharmaceutical products. So in another term, we can explain the biotechnology as either the production of protein products using recombinant DNA technology or techniques, or to production of monoclonal antibody. Altogether is known as biotechnology, using of microorganism or biological organism for the development or manufacturing process is known as biotechnology. ഇപ്പോൾ നമ്മൾ ഒരു ഓർഗാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയാൻ പറ്റും. നമുക്ക് അങ്ങനെ ബ്രാഞ്ചിനെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസുകളുണ്ട്. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത് നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്കോപ്പ് ഓഫ് ബയോടെക്നോളജി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അതിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി? നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, അതിൻ്റെ ഫസ്റ്റത്തേതാണ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആസ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. നമ്മൾ ബോഡിയിൽ തന്നെ സിന്തസിസ് ചെയ്യുന്ന കുറേ ബയോ മോളിക്യൂൾസുകളുണ്ട്. അത് നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസുകളായിട്ടുള്ള സാധനങ്ങളാണ്. ഹ്യൂമൻ ഇൻസുലിൻ, അത് നമ്മളെ ബോഡിയിൽ തന്നെ ബീറ്റാ സെൽസ് ഓഫ് ഹൈലിറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇൻ കേസ് ആ പറയുന്ന ബീറ്റാ സെൽസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ജീനിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസുലിൻസുകൾ ഉണ്ടെന്ന് അറിയാം. ആ ഇൻസുലിൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഈക്കോളയിലായിരുന്നു പ്രൊഡ്യൂസ് ഈക്കോളയിൽ റീകോമിനൻ്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പല രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ട്സുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പല രീതിയിലുള്ള ഇൻസുലിൻസുകളുണ്ട്. ഹ്യൂമൻ മിക്സ്ചാർഡ് എന്നൊക്കെ. ഇതിലൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ റീകോമിനൻ്റ് DNA ടെക്നോളജിയിൽ ബൈഫേസിക് ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമായിരിക്കും ഉണ്ടാവും. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ടു ട്രീറ്റ് പിറ്റ്യൂട്ടറി ഡോർഫിസം. ഗ്രോത്ത് അണ്ടർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്രോത്ത് ഹോർമോൺ. ഇതും നമ്മളെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ജീൻസിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസുകളുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആൾക്ക് പിറ്റ്യൂട്ടറി ഡോർഫിസം ഉണ്ടാവും, ആൾക്ക് അണ്ടർ ഗ്രോത്ത് ഉണ്ടാവും, ഹൈറ്റ് ഇല്ലാത്ത പ്രോബ്ലങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. ദെൻ ഗ്രോത്ത് റിലീസിങ് ഫാക്ടർ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എറിത്രോപോയിറ്റിൻ RBCയുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഇനീഷ്യലായിട്ടുള്ള ബയോ ആക്റ്റീവ് മോളിക്യൂൾസുകളാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ, നമ്മുടെ ബോഡിയിലുള്ള
ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഏതെങ്കിലും ഒരു ജീന് അതിനെ എക്സ്പ്രസ് ചെയ്തിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എറിത്രോപോയിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. ദെൻ ഹ്യൂമൻ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡെഫിഷ്യൻസി. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇൻ്റർഫെറോൺ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു നോൺ സ്പെസിഫിക് സെക്കൻഡറി ഡിഫെൻസീവ് മെക്കാനിസമാണ് ഇൻ്റർഫെറോൺ എന്ന് പറയുന്നത്. വൈറൽ പാർട്ടിക്കിൾസുകൾ വരുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ തന്നെ സിന്തസിസ് ചെയ്യുന്ന ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോട്ടീൻസുകളാണ്. അപ്പോൾ ഇതും നമുക്ക് ബയോടെക്നോളജി വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ദെൻ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ നമ്മളെ ക്യാൻസർ ക്യാൻസർ സെൽസിനൊക്കെ കില്ല് ചെയ്യുന്ന ഒരു സെൽസുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. ദെൻ ലിംഫോടോക്സിൻസ്, ദെൻ ഹ്യൂമൻ പ്രോട്ടീൻ യൂറോകൈനേസ്, ദെൻ ടിഷ്യൂ പാസ്മിനേജൻ ആക്ടിവേറ്റർ. നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. ഇതിനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ജീൻസുകൾ നമ്മളെടുത്ത് റീകോമിനൻ്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ വാക്സിൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ്, മലേറിയ, ഹെർപ്പിസ് വാക്സിൻസ്, ഇങ്ങനെയുള്ള വാക്സിൻസുകളൊക്കെ നമുക്ക് ബയോടെക്നോളജി വഴി യൂസ് ചെയ്ത് റീകോമിനൻ്റ് DNA ടെക്നോളജി വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതർ മെത്തേഡ്സ്. സോ ദീസ് ആർ ദ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ഫാർമസ്യൂട്ടിക്കൽസുകളായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള എക്സാമ്പിൾസുകളാണ്. സെക്കൻഡ് വൺ ഈസ് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സുകളായിട്ടുള്ള സാധനങ്ങൾ. നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റിനെ മോഡുലേറ്റ് ചെയ്യുന്ന കുറേ കെമിക്കൽസുകളുണ്ട്. മസ്കാർണിൻ, പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഫാക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജീൻസുകൾ എടുത്തിട്ട് അതിൻ്റെയൊക്കെ റിസപ്റ്റർ ക്ലോണിങ്ങുകളൊക്കെ നടത്തിയിട്ട് നമുക്കിങ്ങനെയുള്ള സാധനങ്ങൾ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മളെ ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അതേ ആൻറ്റിബോഡി കുറേ രീതിയിൽ അല്ലെങ്കിൽ കുറേ മൾട്ടിപ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ആൻറ്റിബോഡിക്ക് ഷോർട്ട് ലൈഫ് പീരീഡാണ് ഉണ്ടാവുക. വളരെ കുറച്ച് സമയത്ത് മാത്രമേ അതിന് ലൈഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈഫ് കൂട്ടുക എന്നുള്ള ഒരു ജീൻ, അതായത് നമ്മളെ ക്യാൻസർ സെൽസിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ജീനും ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ജീൻസുകളും കമ്പൈൻ ചെയ്യിച്ചിട്ട് നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസുകൾ ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഹൈബ്രിഡ് ആൻറ്റിബോഡീസ്, നമ്മൾ ആൻറ്റിബോഡികൾ ഹൈബ്രിഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അലോഗ്രാഫ്റ്റ് റിജക്ഷനൊക്കെ വേണ്ടിയിട്ട് തെറാപ്യൂട്ടിക് ഏജൻസുകൾ യൂസ് ചെയ്യുക, എയ്ഡ്സിൽ യൂസ് ചെയ്യുന്ന തെറാപ്യൂട്ടിക് ഏജൻസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഹൈബ്രിഡ് ആൻറ്റിബോഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ദെൻ ഹൈബ്രിഡ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എല്ലാ ആൻറ്റിബയോട്ടിക്സുകളും ഏതെങ്കിലും ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ കാണിക്കുന്ന സാധനങ്ങളായിരിക്കും. സാധാരണഗതിയിൽ ഒന്നുകിൽ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിഷൻ ആയിരിക്കും, അല്ല സെൽ വാൾ ലീക്കേജ് ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഹൈബ്രിഡ് ആൻറ്റിബോഡി നമ്മൾ ഈ പറയുന്ന അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ജീൻസുകൾ കമ്പൈൻ ചെയ്യിച്ച് നമ്മളൊരു ആൻറ്റിബോഡി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹൈബ്രിഡ് ആൻറ്റിബയോട്ടിക്സുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രത്യേക പല ഡിഫറെൻ്റ് ഓർഗാനിസത്തിലും ഒന്നിൽ കൂടുതൽ മെക്കാനിസം ഓഫ് ആക്ഷൻസുകൾ കാണിക്കാൻ പറ്റുമെന്നുള്ള. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഹൈബ്രിഡ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ദെൻ DNA പ്രോബ്സ് എന്ന് പറയുന്നത് PCR പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻസിനൊക്കെ ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീൻസുകൾ ക്ലിനിക്കൽ ഐസൊലേഷൻ ഓഫ് ബാക്ടീരിയക്കൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള DNA പ്രോബ്സുകളൊക്കെ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ജീൻ ഡയഗ്നോസിസ് ആൻഡ് തെറാപ്പി, ജീൻ തെറാപ്പി, ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി, ഇമ്മ്യൂൺ ഹെറിഡിറ്ററി അനീമിയ, ഓർഗാനിക് അസിഡീമിയ, യൂറിയ സൈക്കിൾ ഡിഫെക്ട്സ്, മെറ്റബോളിക് ഡിഫെക്ട്സ്, ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്റിംഗ് പ്രോട്ടീൻ, ഡെഫിഷ്യൻസി ഓഫ് പെപ്റ്റൈഡ് ഹോർമോൺസ്, ഫിനൈൽ കീറ്റനൂറിയ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കണ്ടീഷൻസുകളൊക്കെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോർമോൺസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ജീനിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഓൾറെഡി അങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഉള്ള ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീൻ തെറാപ്പി, നമ്മൾ ജീൻ ആൾട്രേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം ജീനിന് പുതിയ
ഈ പറയുന്ന ഡെഫിഷ്യൻസി ആയിട്ടുള്ള ജീനുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ റീകമ്പൈൻ ചെയ്യിച്ചിട്ട് നമ്മൾ പുതിയൊരു സെല്ലുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രോബ്ലംസുകൾ, ഈ പറയുന്ന ഡിസീസുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ മൈക്രോബിയൽ സ്ട്രെയിൻ ഇംപ്രൂവ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക് ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി മൈക്രോ ഓർഗാനിസംസുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്ന ആൻറ്റിബയോട്ടിക്സുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മളെ എൻഡ് പ്രൊഡക്റ്റിൻ്റെ ഈൽഡ് കുറയാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആൻറ്റിബയോട്ടിക്സുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ആൻറ്റിബയോട്ടിക്സ് എന്നൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആൻറ്റിബയോട്ടിക്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ഓർഗാനിസമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഓർഗാനിസംസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എ മൈക്രോബിയൽ സ്ട്രെയിൻ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ബയോടെക്നോളജിക്കൽ പ്രോസസ്സാണ് ബയോ സെൻസേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് അനലൈറ്റ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഹാംഫുൾ സബ്സ്റ്റൻസിനൊക്കെ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഏജൻസിനെയൊക്കെ, ബോഡി ഫ്ലൂയിഡിലുള്ള തെറാപ്യൂട്ടിക് ഏജൻസുകൾ ഹാംഫുൾ സബ്സ്റ്റൻസിനൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബയോടെക്നോളജിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് ബയോ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എന്ന് പറയുന്ന സാധനം, അതുപോലെ BP അപ്പാരറ്റസുകൾ, അതുപോലെ കുറേ എൻസൈംസുകൾ, ഇപ്പോൾ നമ്മൾ കയ്യിലുള്ള ഈവൻ ടെസ്റ്റ് കാർഡ്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പല ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസുകളും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ കോവിഡ് കേസ് പറയുന്ന സമയത്ത് സ്ട്രിപ്പുകൾ ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളെ ബോഡിയിലുള്ള ആൻറ്റിബോഡീനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ബോഡിയിലുള്ള ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സ്ട്രിപ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അൺനോൺ ആയിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഏജൻസുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാർഡ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സിനാണ് ബയോ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ പ്ലാൻ സെൽ കൾച്ചർ, ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും പല ഈൽഡ് കൂടുതലുള്ള പല വെജിറ്റബിൾസുകൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഈൽഡ് കൂടുതലുള്ള പ്ലാന്റ്സുകളൊക്കെ ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബയോടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. ആനിമൽ ആൻഡ് മെമാലിയൻ സെൽ കൾച്ചർ ഇൻക്ലൂഡിങ് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ IVF ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമല്ലോ, കുട്ടികളുണ്ടാവാത്ത സമയത്തുണ്ടാവുന്ന ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ഈ ബയോടെക്നോളജിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ബയോടെക്നോളജി. ദെൻ എൻസൈം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എൻസൈം ഇമ്മൊബിലൈസ്ഡ് എൻസൈംസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർമെൻറ്റേഷൻ വഴി ഡിഫറെൻറ്റ് എൻസൈംസുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതൊക്കെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസുകളാണ്. ദെൻ ഡ്രഗ് ഡെലിവറി, ഇറിഡബിൾ നോൺ ടോക്സിക് സിന്തറ്റിക് പോളിമേഴ്സ്, മൈക്രോ സ്പോഞ്ചസ്, തെർമൽ അപ്ലിക്കേഷൻസ്, ലൈപ്പോസോംസ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ഡെലിവറി ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Now, these are the different bioactive pharmaceutical products which are derived from genetic engineering. Factor 8 and 10, which are used for replacement of clotting factor in missing in hemophilics. Then tissue plasminogen activation to prevent the blood clotting after the heart attack. Epidermal growth factors promote the wound healing. Then insulin used to stimulate glucose uptake from the blood in diabetic patients. Then somatotropin, growth hormone used to replace the missing of hormone in people with short stature. Then colony stimulating factor used to stimulate the white blood cell production in cancer as well as AIDS patients. Then alpha interferon used with other antiviral agents to fight viral infections. Then vaccines, proteins used to treat and prevent infectious diseases. Then different genetically engineered vaccines can be used. Examples are viral diseases, cervical cancer, papilloma viruses യൂസ് ചെയ്തിട്ട് വാക്സിൻസുകൾ ഉണ്ടാക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് വി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറൽ ഡിസീസിന് ഹെപ്പറ്റൈറ്റിസ് വി വൈറസ് വാക്സിൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. മീസൽസ്, റാബിസ്, ദെൻ ഡിഫ്തീരിയ, കോണിബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഓർഗാനിസം യൂസ് ചെയ്തിട്ട് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള വാക്സിൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓർ ബയോടെക്നോളജി, ബ്രോഡ് സ്പെക്ട്രം ബയോടെക്നോളജി എന്ന് പറയും. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്കോപ്പ് ഓഫ് ബയോടെക്നോളജി അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറഞ്ഞത്. സോ ദീസ് ആർ ഓൾ അബൌട്ട്
applications of biotechnology. So hope you are understand something from this note. Thank you.